ഒരു അച്ചാർ റെസിപ്പി കണ്ടാലോ? ആദ്യം പാൻ ചൂടാക്കി അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് അതൊന്ന് മാറ്റി വെക്കണം. പിന്നീട് അതേ പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറിന് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ നല്ലെണ്ണ ഒഴിച്ചു. ആ നല്ലെണ്ണ നന്നായി ചൂടാക്കണം. ആ ചൂടായ നല്ലെണ്ണയിലേക്ക് പിന്നീട് കടുകും കറിവേപ്പിലയും ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം. ഉലുവ ഇതും നന്നായി മൂത്ത് വരുമ്പോൾ ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികൾ കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവയും കടുകും കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കണം. അതിനുശേഷം കുറച്ച് പിക്കിൾ പൗഡർ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ പിക്കിൾ പൗഡർ ചേർത്ത് കൊടുത്ത് അതിലേക്ക് മാങ്ങ ഇടണം. മാങ്ങ ഇടുമ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൽ ഞാൻ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. പച്ചമുളകും പിന്നെ അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി എണ്ണയിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മാങ്ങ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള അച്ചാർ തയ്യാറായിട്ടുണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, നനച്ചിലുള്ള സ്പൂൺ കൊണ്ട് ഇത് എടുക്കാൻ പാടില്ല. അതുമാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അച്ചാർ കുറേ നാളുകൾ